ഹലോ, എല്ലാവർക്കും സുഖല്ലേ? കഴിഞ്ഞ മാസം മുതൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് വളകാപ്പില്ലേ എന്ന്. എന്തോ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും ഷോർട്സിൽ കാണാത്ത ഒത്തിരി രസകരമായിട്ടുള്ള കാര്യങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും ഒരു ലോങ് വീഡിയോ ആയി കാണിക്കണം എന്ന് തോന്നി. ഷൂട്ടിന് ഇറങ്ങാൻ നേരത്താണ് മുറ്റത്ത് തെച്ചിപ്പൂ കണ്ടത്. അപ്പോൾ പിന്നെ അതും കൂടി എടുത്തു. ചിലപ്പോൾ ഷൂട്ടിന് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയാലോ. രാവിലെ തന്നെ ഞാനും മോളും റെഡി ആയി കഴിഞ്ഞു. എന്നാലും എൻ്റെ അനിയത്തിൻ്റെ മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പഞ്ചേ, ഇപ്പെങ്ങാനും റെഡി ആകുമോ? റെഡി ആകും. അങ്ങനെ ഓട്ടോക്കാരനെയും വിളിച്ച് ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഇന്നാണെങ്കിൽ രാവിലെ ചെറിയൊരു തണുപ്പും പോരാത്തതിന് സൺറൈസും അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ മുറിഞ്ഞമാടായിരുന്നു കേട്ടോ ഞങ്ങളെ ലൊക്കേഷൻ. മലപ്പുറംകാർക്ക് അറിയാം മുറിഞ്ഞമാടിൻ്റെ ആ ഭംഗി. അറിയാത്തവർ ഫോട്ടോഷൂട്ടിന് റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കണ്ണ് പൂട്ടി വരാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇത്. പോരാത്തതിന് സേവ് ദ ഡേറ്റ് ഷൂട്ടിനൊക്കെ പറ്റിയ കിഡിലെ സ്പോട്ടും പുഴയും പച്ചപ്പും അടിപൊളിയാണ്. എന്തായാലും ഞങ്ങൾ നേരത്തെ എത്തിയോണ്ട് ദേവുവിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് ഞങ്ങൾ ഫോട്ടോഗ്രാഫറെ വരുന്നത്. പിന്നെ എൻ്റെ മോള് ദേവുവിൻ്റെ കാര്യം പറയണ്ട, അവൾക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ പല സോപ്പ് ഇട്ടിട്ടാണ് ഞാനൊന്ന് സമ്മതിപ്പിച്ചെടുത്തത്. കുറേ നേരം പോസ് ചെയ്തപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു. പിന്നെ അവളെ കുറേ കുസൃതിയും പണക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു. പിന്നെ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് കഴിക്കലും അവിടെ ഇവിടെ നടക്കലും ഒക്കെ ആയിരുന്നു അവളെ പരിപാടി. തളർന്നോ? ഇവിടൊക്കെ ചിറ്റക്ക് തരുമോ ഒന്ന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുറിഞ്ഞമാട് നല്ലൊരു ലൊക്കേഷനാണെന്ന്. അതുകൊണ്ട് ഇന്ന് സേവ് ദ ഡേറ്റിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ദേവ് അവരും നോക്കിയിരിക്കുകയായിരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് സമയം പോയതറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലും. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വെയിലധികം കൊള്ളുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഫോട്ടോഷൂട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ആ, ഷൂട്ട് കഴിഞ്ഞോ? നമുക്ക് ഏതെങ്കിലും അങ്ങാടിയിൽ അരീക്കോട് പോയിട്ട് ചായ കുടിക്കാം, എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു. ഓട്ടോ കയറിയപ്പോൾ തന്നെ ദേവു ഉറങ്ങി. കാരണം രാവിലെ എണീറ്റതുകൊണ്ട് അവൾ ഭയങ്കര ടയേർഡായിരുന്നു. എന്നിട്ട് അരീക്കോട് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ചായയും കൂടി കുടിച്ചു. പൊതുവെ ഈ പൊറോട്ടനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഇന്നാണെങ്കിൽ നല്ല വിശപ്പും പൊറോട്ട കഴിച്ചിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, മുഴുവൻ കഴിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോഴാണ് അടുത്ത ടാസ്ക്. ഇത് പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ.